ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. വീട്ടിൽ 3 മുട്ടയുണ്ടോ എങ്കിൽ ഇന്ന് നമുക്ക് നല്ലൊരു ഇടിവിട്ട് ചായക്കടി തയ്യാറാക്കാം. അധികം ചേരുവകളോ തയ്യാറെടുപ്പുകളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണിത്. വൈകുന്നേരം നല്ലൊരു ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ ഇതിലും മികച്ച മറ്റൊരു പലഹാരമില്ല. അപ്പം നമുക്ക് നോക്കാം ഈ മുട്ട സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ശരി, വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് മുട്ട സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബാറ്റർ ഉണ്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഒരു പാത്രം എടുക്കാം. അതിലോട്ട് 1/2 കപ്പ് കടലമാവ് ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം അരിപ്പൊടി ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്തി കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാള ചെറുതായി കട്ടാക്കിയതാണ്. അതുപോലെ 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി കട്ടാക്കിയതും പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തി കൊടുക്കുക കേട്ടോ, കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. 1/2 ടീസ്പൂണോളം നമുക്ക് കാശ്മീരി മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ചേർത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ സാമ്പാർ കായാണ് ചേർത്തി കൊടുക്കേണ്ടത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ചേർത്തി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ചായക്കടി നല്ല പെർഫെക്റ്റായി കിട്ടാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ബാറ്റർ തയ്യാറാക്കുമ്പോഴാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം മാവ് കലക്കിയെടുക്കാൻ. മാവ് അധികം ലൂസായി പോയാൽ മുട്ടയിൽ നിന്ന് കൃത്യമായി കിട്ടില്ല കേട്ടോ. അതുപോലെ എണ്ണ ഒരുപാട് കുടിക്കുകയും ചെയ്യും. അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ വളരെ കുറേശ്ശെയായി ചേർത്ത് ഒരു പരുവത്തിൽ തന്നെ മാവ് റെഡിയാക്കി എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻറ്റിലായിരിക്കണം കേട്ടോ നമ്മളെ മാവ് റെഡിയാകേണ്ടത്. ബാറ്ററിൽ നമ്മൾ അരിപ്പൊടി ചേർത്തുന്നത് കാരണം അധികം നമ്മുടെ മുട്ടപ്പലഹാരത്തിന് നല്ല ക്രിസ്മസ് കിട്ടാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ ബാറ്റർ നല്ല തിക്കായി കിട്ടാനും ഇത് നല്ലതാണ് കേട്ടോ. ഇനി ഇവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ടാക്കി എടുക്കാം. അപ്പോൾ ഒരു മുട്ട 4 ഭാഗമായിട്ടാണ് കട്ടാക്കി എടുക്കുന്നത്. നമുക്കിവിടെ ഒരു 12 മുട്ട സ്നാക്സായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കട്ടാക്കി എടുക്കാം. ഇതാട്ടോ നമ്മളിവിടെ മുഴുവനായിട്ടും കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാറ്ററിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. ബാറ്ററിൽ നമുക്കിതാ ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബാറ്റർ ഇങ്ങനെ തിക്കായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മുട്ടയിൽ ഇങ്ങനെ പിടിക്കുന്നത്. അല്ലെങ്കിൽ ലൂസ് രൂപത്തിലാണെങ്കിൽ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബാറ്റർ ഇങ്ങനെ തിക്കായിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബാറ്റർ നല്ല തിക്കായത് കൊണ്ട് തന്നെ കേട്ടോ എണ്ണയിൽ ഇടുമ്പോൾ ഇത് ഒട്ടും പരന്നു പോകില്ല. അതുപോലെ തന്നെ അരിപ്പൊടി ചേർത്തത് കൊണ്ട് എണ്ണ ഒട്ടും കുടിക്കാതെ തന്നെ നമുക്ക് ഇത് വറുത്തെടുക്കാൻ പറ്റും. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അകത്ത് നമ്മുടെ മുട്ട ഓൾറെഡി വെന്തതാണല്ലോ, അതുകൊണ്ട് നമുക്ക് പുറമേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗോൾഡൻ കളർ ആയാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുവേ. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്നാക്സ് കൂടിയാണിത്. ഇതുപോലെ ഗോൾഡൻ കളർ ആയാൽ നമുക്ക് കോരി മാറ്റാം. എണ്ണ ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ബാക്കി വന്ന നമുക്ക് മുട്ടയും കൂടിയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളാണല്ലോ ഇത് തയ്യാറാക്കി എടുക്കാൻ. കഴിക്കാനും അതിലേറെ അടിപൊളിയാണ് കേട്ടോ. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ ഇനി കടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ ഒട്ടും ഇനി ആലോചിക്കണ്ട കേട്ടോ. ഈ ഒരു മുട്ട സ്നാക്സ് അങ്ങ് ഉണ്ടാക്കിക്കോളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമാണിത്. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ കൊടുക്കാൻ ഇതിലും നല്ലൊരു വിഭവം വേറെയില്ല. സാധാരണ എണ്ണ പലഹാരങ്ങൾ കൊടുക്കാൻ നമുക്ക് കുറച്ച് പേടിയുണ്ടാകുമല്ലോ. പക്ഷേ ഇത് എണ്ണ ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അവർക്ക് നല്ല സന്തോഷത്തോടെ ഇത് കഴിക്കാൻ നമുക്ക് ഒട്ടും പേടിക്കുകയും വേണ്ട. ഇത് കട്ട് ചെയ്താൽ കേട്ടോ നിങ്ങൾ കണ്ടില്ലേ, നല്ല ക്രിസ്പിയും ഉള്ളിൽ ആ മുട്ടയുടെ ലെയറും വരുന്നത് കൊണ്ട് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മുട്ടപ്പലഹാരം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.
ഇൻഷാല്ലാ അടിപൊളി റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.